ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് കല്യാൺ സിൽക്സിലെ ഓണം ഷോപ്പിങ്ങിലെ ഒരു ചെറിയ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കല്യാൺ സിൽക്സിലെ ഓണം കളക്ഷൻസ് കാണാനും ഷോപ്പിംഗ് വിശേഷങ്ങൾ അറിയാനും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. ശരിക്കും ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു കേട്ടോ. ഇവിടെ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് ടൗൺ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ സമയത്ത് നേരെ എൻ്റെ കണ്ണിൽ പെട്ടത് കല്യാണമായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഒന്ന് കയറി നോക്കണമെന്ന് തോന്നി. പക്ഷെ വന്ന ആവശ്യം നടത്താതെ അവിടെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും കല്യാണിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കളക്ഷൻസൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ, എന്ത് ഭംഗിയാണ് കല്യാൺ സിൽക്സ് കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് കയറാനായിട്ട് നമുക്ക് തോന്നും. എന്തായാലും കയറിയിട്ടൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടെ അമ്മ ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മയ്ക്കൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസൊക്കെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ നേരെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് കല്യാണിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പാലക്കാട് കല്യാണിൻ്റെ 2 ഷോറൂം ഉണ്ടല്ലേ, ഞാൻ ഇപ്പോഴാണ് കേട്ടോ അതറിയണത്. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഷോറൂമാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സാരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓണായിട്ടൊക്കെ തന്നെ കൂടുതലായിട്ടും ഓണം കളക്ഷൻസൊക്കെ നന്നായിട്ട് ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിൾ സാരികളാണ് കേട്ടോ. നല്ല കോട്ടൺ ടൈപ്പൊക്കെ വരുന്നത് നല്ല അടിപൊളിയായിരുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാരികളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷൻ വരും കേട്ടോ. നമുക്ക് സിമ്പിളായി ഭംഗിയുള്ളൊരു സാരി എടുക്കാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സാരി എടുത്ത് ബില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങൾ താഴേക്ക് പോന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും കാണാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നത് അലോഡല്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും പറ്റിയില്ല. ഇത് താഴെ ഇവിടുത്തെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ. ഓണക്കോടിക്കൊപ്പം 1.5 കോടി ആണല്ലോ, സോറി 2 കോടിയാണ് കേട്ടോ. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയാണ്. അതുപോലെ ഇതാ കുറേ പ്രോത്സാഹന സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്ട് ഒരു വണ്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. വിലപിടിപ്പുള്ള കുറേ സമ്മാനങ്ങൾ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഓണത്തിൻ്റെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, മഹാബലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഡ്രസ്സിനൊപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ലൊരു സൗകര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒപ്പം അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ കല്യാണ സാരികൾ 2999 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ കാണുന്ന സാരികളൊക്കെ അത്യാവശ്യം നല്ല സാരികളാണ് കേട്ടോ. നല്ല റേറ്റ് തോന്നിപ്പിക്കുന്ന, നല്ല ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന, നല്ല ഭംഗിയുള്ള സാരികളാണ് കേട്ടോ. ഞങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് വരുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും അങ്ങനെ ചുരിദാറുകളും ഒക്കെ മറ്റേ ഈ ഓണം ടൈപ്പ് സംഗതികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സാധാരണയായിട്ടുള്ള സാരികളും നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. നല്ല ഒരു 500 രൂപ മുതലൊക്കെ 1500 രൂപ വരെയൊക്കെ വരുന്ന നല്ല നല്ല സാരികളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നല്ല അടിപൊളി കളക്ഷൻസാണ് കല്യാണിൽ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടുത്തെ കളക്ഷൻസൊക്കെ, ധാവണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.